നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും കുറുവാ സംഘങ്ങൾ ഭീതി പരത്തുകയാണ്. മണ്ണഞ്ചേരിയിലും കോമളപുരത്തുമായി 4 മോഷണം നടന്നത്. മണ്ണഞ്ചേരി സ്വദേശിനി ഇന്ദുവിന്റെ 3 പവൻ മാല കവർന്നു. സംഘത്തിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. കുറുവാ ഭീഷണി നേരിടാൻ പ്രത്യേക സംഘത്തെ പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് യോഗം ചേരുമെന്നും അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ആലപ്പുഴ DYSP മധു ബാബു ന്യൂസ് 18 പറഞ്ഞു. പോലീസ് ഈ മോഷ്ടാക്കളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തി വരുന്നത്. ഇത് സംസ്ഥാനത്ത് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടും ഞങ്ങൾ അന്വേഷണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒരു റിസൾട്ടിലേക്ക് ഒക്ടോബർ 30 സംഭവത്തിൽ ഒരു അന്വേഷണം നടക്കുന്നതിന്റെ റിസൾട്ടിലേക്ക് വന്നില്ല. അതിനു മുമ്പ് ഈ ഒരു സംഭവം ഉണ്ടായെന്നുള്ളതാണ്. ഏതായാലും ഈ അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. കൂടിയാലോചന നടത്തി അന്വേഷണം സുഗമവും കാര്യക്ഷമമായിട്ട് രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ പോലീസ് മേധാവിയായിട്ട് ആലോചിച്ച് ചെയ്യുന്നതാണ്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ മണ്ണഞ്ചേരിയിലും കോമളപുരത്തുമായി ഒരേ ദിവസമാണോ ഈ 4 മോഷണം നടന്നത്? നാട്ടുകാർ വലിയ ഭീതിയിലാണോ അവിടെ? ടോമ, തീർച്ചയായിട്ടും അത്തരമൊരു ഭീഷണിയുടെ സാഹചര്യം തന്നെ നിലനിൽക്കുന്നു എന്ന് പറയാം. കാരണം ആദ്യം കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ന് മണ്ണഞ്ചേരിയിൽ പുലർച്ചെ നടന്ന മോഷണമാണ്. മണ്ണഞ്ചേരി 11, 12 വാർഡുകളിലായാണ് ഇന്ന് മോഷണം നടന്നതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. മണ്ണഞ്ചേരി സ്വദേശി 11ാം വാർഡിൽ മാളിയേക്കൽ ഇന്ദുവിന്റെ 3 പവൻ മാല വീടിന്റെ അടുക്കളവാതിൽ തകർന്നാണ് ഈ മോഷണ സംഘം അകത്തെത്തി മാല പൊട്ടിച്ചെടുത്തത്. അതിനുശേഷം ജയന്തി എന്ന സ്ത്രീയുടെ മാല കൂടി പൊട്ടിച്ചു. ഇവരുടെ മാല പൊട്ടിച്ച് പുറത്തേക്ക് ഓടുന്നതിനിടയിൽ തന്നെ ഈ മാല ഇവർ ഉണരുകയും തുടർന്ന് താലിയും ഒപ്പം കൊളുത്തും മാത്രമാണ് മോഷ്ടാക്കൾക്ക് ലഭിക്കുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ CCTV പരിശോധനയിലാണ് ഇത് കുറുവാ സംഘം തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. കാരണം ഒക്ടോബർ 30 ഇന്ദിരാ ജംഗ്ഷനിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു. അതും ഇതുപോലെ തന്നെ അടുക്കള വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. ഈ മാല പൊട്ടിക്കുന്നതിനിടയിൽ തന്നെ ഇവരുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു. അന്ന് കുറുവാ സംഘമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും പാലായിൽ നിന്നും ജയിൽ മോചിതരായ 2 പേരെ സംശയിക്കുന്നതായി അന്വേഷണ സംഘം നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒക്ടോബർ 30 ശേഷം പിന്നീട് ഒരു ഇടവേളയുണ്ടായി. അതിനുശേഷം ഇന്നലെയാണ് ഇത്തരത്തിലൊരു മോഷണ പരമ്പര തന്നെ ഉണ്ടായത്. മണ്ണഞ്ചേരി 11, 12 വാർഡുകളിലായി 3 വീടുകളിലാണ് ഇവർ കയറിയിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഉച്ചയോടുകൂടി കൂടുതൽ ഇടങ്ങളിൽ മോഷണം നടന്നതായുള്ള സ്ഥിരീകരണം വന്നു. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ആദ്യം മോഷണം നടന്നതെങ്കിൽ പിന്നീട് അത് കോമളപുരത്ത് വിനയചന്ദ്രൻ എന്ന ആളുടെ വീട്ടിലും മോഷണം നടന്നുവെന്ന്, അതായത് നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും മോഷണം നടന്നതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ഒരു നിഗമനം നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്, അതായത് കോമളപുരത്ത് നിന്ന് മോഷണം നടത്തിയ ശേഷമാണ് ഈ സംഘം മണ്ണഞ്ചേരിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കോമളപുരത്തും മണ്ണഞ്ചേരിയിലും കണ്ടെത്തിയ ആളുകളുടെ CCTV ദൃശ്യങ്ങൾ ഒന്നാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ വിനയചന്ദ്രന്റെ വീട്ടിൽ കയറി അവിടെയും അടുക്കള വാതിൽ തകർത്തു എന്ന് മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലും മോഷ്ടാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി അടുത്തുള്ള ആളുകൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ വീടുകളിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് എന്നുള്ള സംശയത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. മോഷണ ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള സംശയത്തിലേക്ക് അത്തരത്തിലുള്ള മൊഴികളും പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ആശങ്ക തന്നെ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെ. പ്രത്യേകിച്ച് കുറുവാ മോഷണ സംഘത്തിന്റെ ഒരു രീതി, അവർ ആയുധങ്ങൾ കരുതാറുണ്ട്, ഒപ്പം ആക്രമിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ്. ഏത് വിധേനയും കവർച്ച നടത്തുന്ന ആളുകളുമാണ്. നമുക്ക് ഇതിനു മുമ്പുള്ള കേസുകൾ പരിശോധിക്കുമ്പോൾ അത്തരം ഒരു സ്ഥിരീകരണം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. എന്തായാലും അക്രമ സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കുറുവാ സംഘം തന്നെയാണ് ഇത് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ DYSPയോടക്കം നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് അവർ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആലപ്പുഴ DYSP മധു ബാബു ന്യൂസ് 18 വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അടിയന്തരമായി ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ യോഗം ചേരുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു അന്വേഷണ സംഘത്തെ, പ്രത്യേക ഒരു ടീമിനെ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു പ്രത്യേക ടീമിന് ഈ അന്വേഷണം കൈമാറും. ആ ടീമായിരിക്കും ഇനി ഈ കുറുവാ സംഘവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിക്കുക എന്നുള്ള വിവരവും നമുക്ക് അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം വലിയ ഭീതിയിലാണ് മണ്ണഞ്ചേരിയിലും കോമളപുരത്തുമായുള്ള ആളുകൾ.
ആദ്യം ഇന്ദിരാ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കോമളപുരത്തും മണ്ണഞ്ചേരിയിലുമായി 2 പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകൾ, മണ്ണഞ്ചേരി നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലായാണ് മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടോം. ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും ആലപ്പുഴയിലെ പല പ്രദേശങ്ങളിലും ഈ കുറുവാ സംഘങ്ങളിൽ എത്തിയതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്, അതിൻ്റെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇവരുടെ രീതിയാണ് തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതിപ്പെടുത്തുന്നത്. കാരണം മോഷണം നടത്താൻ ഏത് മാർഗവും സ്വീകരിക്കും, എതിർത്ത് കഴിഞ്ഞാൽ ആക്രമിക്കുക, കൊലപാതകം വരെ നടത്താൻ മടി കാണിക്കാത്തൊരു സംഘം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പോലീസ് എത്രത്തോളം ജാഗ്രതയിലാണ്? ഇന്ന് പോലീസ് യോഗം ചേരുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണോ ഈ വിഷയത്തെ പോലീസ് കാണുന്നത്? തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ്. കാരണം പോലീസ് പെട്രോളിംഗ് അടക്കം നടന്നിട്ടാണ് ഇപ്പോൾ 2 സ്റ്റേഷൻ ലിമിറ്റുകളിലായി വിവിധ ഇടങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതും എല്ലാം നടന്നിട്ടുള്ളത് പുലർച്ചെ 1 മണിക്ക് ശേഷം, 12 മണിക്കും 1 മണിക്കും ഒക്കെ ശേഷമാണ്. ആ ഒരു ഇടവേളയിലാണ് ഈ മോഷണങ്ങൾ എല്ലാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസ് ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം ഒക്ടോബർ 30 ഉണ്ടായ സംഭവത്തിന് ശേഷം പിന്നീട് ഒരു കേസ് ആലപ്പുഴയിൽ വന്നിരുന്നില്ല. പക്ഷേ ഒക്ടോബർ 30 ഒരിടത്താണ് കയറിയെങ്കിൽ ഇന്ന് 2 സ്റ്റേഷൻ ലിമിറ്റുകളിലായി വിവിധ വീടുകളിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് ഇത് കാണുന്നുണ്ട്. കാരണം ഈ കുറുവാ സംഘത്തെ സാധാരണഗതിയിൽ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുക എന്നത് വളരെ വിരളമാണ്. ഇവരെ പിടിക്കാൻ കഴിയുക എന്നുള്ളത്, പിന്നെ പ്രത്യേക മോഷണ ശൈലി ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഇവർ നടക്കുന്ന രീതി, ഒപ്പം തന്നെ അവരുടെ വസ്ത്രധാരണ രീതി, നമ്മൾ ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇവർ കൈലി മാത്രം ധരിച്ചാണ് ഇവർ സഞ്ചരിക്കുന്നത്. ഒപ്പം തന്നെ ശരീരത്തിൽ വഴുക്കുള്ള എണ്ണയോ അല്ലെങ്കിൽ മറ്റ് ഗ്രീസോ എന്തെങ്കിലും ഉപയോഗിച്ച്, വഴുക്കുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ശരീരത്തിൽ അവർ ഇത് പുരട്ടാറുണ്ട്. നടക്കുന്ന രീതിക്ക്, നടപ്പിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇവർ നടക്കുകയല്ല, പതുക്കെ ഓടുന്ന രീതിയിലാണ്, ഇവർ വേഗത്തിലാണ് ആ നടത്തം എന്നുള്ളതാണ്. ഒപ്പം ഈ മറ്റൊരു സൂചനയായി പോലീസിൽ ലഭ്യമായിട്ടുള്ളത്, ചില കേസുകൾ ഈ കുറുവാ സംഘം ഇപ്പോൾ മാല മോഷ്ടിക്കുകയാണെങ്കിൽ താലി ഉപേക്ഷിക്കാറുണ്ട് എന്നുള്ള ഒരു സൂചന പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന, അതായത് ഇന്ന് പുലർച്ചെ നടന്ന ഒരു മോഷണ ശ്രമത്തിൽ ഒരു വീട്ടിൽ ഇത്തരത്തിൽ മാലയുടെ താലി ഉപേക്ഷിച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളതും അന്വേഷണ സംഘം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സൂചനകളൊക്കെ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 2 പേരുടെ ദൃശ്യങ്ങൾ മാത്രമാണ്, കൂടുതൽ പേർ ഉണ്ടോ എന്നറിയില്ല. പോലീസ് പറയുന്നത് നാടോടികൾക്കൊപ്പമാണ് ഇവർ സഞ്ചരിക്കുക, ഒപ്പം കിലോമീറ്ററുകളോളം ഇവർ നടന്ന് മാത്രമാണ് സഞ്ചരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. വളരെ ജാഗ്രതയോടുകൂടി തന്നെ സ്ഥലത്തെത്തി സ്ഥലങ്ങൾ നിരീക്ഷിക്കാറുണ്ട്. അതിനുശേഷം കൃത്യമായ നിരീക്ഷണത്തിന് ശേഷമാണ് ഇവർ മോഷണത്തിലേക്ക് കടക്കുക. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കാണ് മോഷണശ്രമം. അതുകൊണ്ട് തന്നെ പൊതുവഴികളിലേക്ക് ഇവർ ഇറങ്ങുക, ഇവർ അങ്ങനെയാണ് സഞ്ചരിച്ചു പോവുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പൊതുവഴികളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് വളരെ വിരളമായിട്ട് ഇറങ്ങാറുള്ളൂ. എന്തായാലും ആലപ്പുഴയിൽ ഉണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത് പലയിടത്തുനിന്നും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുള്ള എന്നുള്ളതാണ്. പക്ഷേ ഒക്ടോബർ 30 CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടും പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഒക്ടോബർ 30 ശേഷം ഒരു ഈ മോഷണത്തെ സംബന്ധിച്ച് മറ്റ് മോഷണ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടയിൽ ഒരു അവധിക്ക് ശേഷം ഇപ്പോൾ ഇന്നലെ നടന്നത് ഒരു മോഷണ പരമ്പര തന്നെ നമുക്ക് പറയാൻ കഴിയും. ടോം. ശരണ്യ, അത് തന്നെയാണ് ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒക്ടോബർ അവസാനം ഈ കുറുവാ സംഘം ഈ ആലപ്പുഴയിൽ എത്തിയിരുന്നു. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും അവിടെ മോഷണം നടക്കുന്നത്. പോലീസിനൊരു നിഗമനം എന്താണ്? ഈ കുറുവാ സംഘം അവിടെ തന്നെ ഈ ആലപ്പുഴയിലും സമീപ പ്രദേശങ്ങളുമായി തമ്പടിച്ചിട്ടുണ്ടാകുമോ, അതോ മോഷണത്തിന് ശേഷം നാടുവിട്ട് കാണുമോ? 30 എത്തിയ സംഘം തന്നെയാണ് ഇപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ്. CCTV ദൃശ്യങ്ങൾ വെച്ചിട്ട് പ്രാഥമികമായി അങ്ങനെ ഒരു നിഗമനത്തിലാണ് പോലീസ് പോകുന്നത്. ഇവർ 30 ഇന്ദിരാ ജംഗ്ഷനിലെ വീട്ടിൽ മോഷണം നടത്തിയ സംഘം തന്നെയാണ്. ആ CCTV ദൃശ്യങ്ങൾ പതിഞ്ഞ സംഘം തന്നെയാണ് ഇപ്പോഴും എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും സാധാരണഗതിയിൽ വളരെ എളുപ്പമല്ല ഈ കുറുവാ സംഘത്തെ പിടിക്കുക എന്നുള്ളത്. കാരണം അതിന് ഉദാഹരണം, ഇതിനു മുമ്പും ആലപ്പുഴയിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആലപ്പുഴ, മണ്ണഞ്ചേരിയും ഒപ്പം തന്നെ മുഹമ്മ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അരൂർ തൊട്ട് ഇവിടെ പുന്നപ്ര ഭാഗം വരെയാണ്, ആലപ്പുഴ നഗരത്തിലെ പുന്നപ്ര ഭാഗം വരെയാണ് ആ കേസുകൾ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതും. എല്ലാ ദിവസവും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. 19ഓളം കേസുകളാണ്, മോഷണ കേസുകളാണ്
കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അതിലൊന്നും തന്നെ ഈ പ്രതികളെ പിടിക്കാനായി പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അന്വേഷണ സംഘത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ പിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു മോഷണ പരമ്പര തന്നെ നടക്കുമ്പോൾ പോലീസിന് വെറുതെ നിൽക്കാനാവില്ല. അവര് ആ ഒരു പ്രഷർ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ടാണ് ഈ കുറുവ സംഘത്തിനെ വരുതിയിലാക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്. തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആളുകൾ ഇപ്പോൾ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ പല ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ പ്രചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു ഭീതി ഉണ്ടാകുന്നുണ്ട്. വീടിന്റെ പിൻഭാഗത്തു കൂടി തന്നെയാണ് ഇവർ എല്ലാ കേസുകളിലും വീടിന്റെ പിൻഭാഗം പൊളിച്ചാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ബലക്ഷയമുള്ള വീടിന്റെ പിൻഭാഗത്തെ ഡോറുകളാണ് ഇവർ പൊളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇരിക്കണം. അന്വേഷണ സംഘം അന്വേഷണം നടത്തുമ്പോൾ തന്നെ കുറച്ചുകൂടി ജാഗ്രതയോടെ, നാട്ടുകാരും കുറച്ചുകൂടി ജാഗ്രതയോടെ ഉണ്ടാവണം എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കുറുവ സംഘമാണോ എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ന്യൂസ് 18നോട് DYSP മധുബാബു അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറുവ സംഘം തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലാണ് ഭീതി പരത്തി കുറുവ സംഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. മണ്ണഞ്ചേരിയിലും സമീപ പ്രദേശത്തുമൊക്കെയായി 4 വീടുകളിൽ കുറുവ സംഘം എത്തിയതായിട്ടുള്ള തെളിവുകൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്നും ഒരു വീട്ടമ്മയുടെ 3 പവന്റെ സ്വർണ്ണമാല മോഷ്ടിച്ചു. പോലീസ് ഇന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് യോഗം ചേരുന്നുണ്ട്. തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം.